നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഓരോ ദിവസം കഴിയും തോറും ഇന്ത്യൻ ഫുട്ബോളുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ ടോപ്പ് ടയർ ലീഗായിട്ടുള്ള ഫുട്ബോൾ ലീഗായിട്ടുള്ള ISLൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഉള്ള സംശയങ്ങളും എന്താ പറയുക അൺസർട്ടനിറ്റിയും ഒക്കെ തന്നെ നീണ്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് തന്നെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കല്യാൺ ചൗബെ ആരാധകരെ അറിയിച്ചിട്ടുണ്ടായെന്നാണ് ISL നടക്കുവാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും താൻ ചെയ്യുമെന്നുള്ളത്. പക്ഷേ ആ ഒരു കാര്യം അദ്ദേഹം വ്യക്തമാക്കിയിട്ട് പോലും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും വലിയൊരു രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ്മെൻ്റ് ഒന്നും കാണാത്ത സാഹചര്യത്തിൽ തന്നെ ആരാധകർക്ക് വളരെയധികം നിരാശ തന്നെയാണ് നിലവിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സോ ഇങ്ങനെയുള്ള ഈ ഒരു അവസരത്തിലാണ് നമുക്കെല്ലാവർക്കും അറിയാം ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഏതാണ്ട് കുറച്ച് ക്ലബ്ബുകളൊക്കെ തന്നെ ഒരു താരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ട്രാൻസ്ഫറുകളൊക്കെ തന്നെ ഹോൾഡ് ചെയ്യുന്ന സിറ്റുവേഷനും അതിൽ മുൻപന്തിയിലുണ്ടായിരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സാണ് ഒക്കെ തന്നെ തുടരുന്ന ഈ ഒരു തരത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. ഇങ്ങനെയുള്ള സാഹചര്യത്തിലായിരുന്നു ആദ്യമായിട്ട് ഒഡീഷ FC അതായത് താരങ്ങളുടെയും സ്റ്റാഫുകളുടെയും ഒക്കെ തന്നെ കരാർ സസ്പെൻഡ് ചെയ്ത സിറ്റുവേഷൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇതേ ഒരു സിറ്റുവേഷനായിരുന്നു പിന്നീട് പല ടീമുകളും സ്വീകരിക്കുന്നതായിട്ട് നിലവിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതിൽ മുൻപന്തിയിലുള്ളത് 3 ക്ലബ്ബുകളാണ് എന്നാണ് നിലവിൽ IFTWC എന്ന് പറയുന്ന മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു വാർത്ത ലഭിച്ചിരിക്കുന്നത് ഒരു ഏകദേശം ഒരു ഒഫീഷ്യൽ സോഴ്സിൽ തന്നെയാണ്. സോ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു 3 ടീമുകളിൽ ഒന്ന് ഒഡീഷ FC ആണ് നമുക്ക് ഏകദേശം ഉറപ്പാണ്. മറ്റ് 2 ക്ലബ്ബുകളിൽ ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നത് അല്ലെങ്കിൽ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഏറ്റവും അധികം മുൻപിൽ ഉള്ളത് ഒന്ന് ചെന്നൈയിൻ FC മറ്റൊന്ന് കേരള ബ്ലാസ്റ്റേഴ്സുമാണ്. കാരണം ചെന്നൈയിൻ FC തങ്ങളുടെ താരങ്ങളെയൊക്കെ അറിയിച്ചിട്ടുണ്ടായെന്നാണ്. മറ്റ് ക്ലബ്ബുകളിൽ നിന്ന് ഓഫർ ഉണ്ടെങ്കിൽ ചെന്നൈയിൻ FC ഒരു വിലങ്ങുതടിയായിട്ട് നിൽക്കുകയില്ല എന്ന്. സോ അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് മുമ്പ് എടുത്തിട്ടുണ്ടായിരുന്ന അതേ സ്റ്റാൻഡിൽ തന്നെയാണ് ചെന്നൈയിൻ FC നിലവിൽ നിൽക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ 3 ക്ലബ്ബുകളാണ് നിലവിൽ താരങ്ങളുടെയൊക്കെ തന്നെ കോൺട്രാക്റ്റും അതായത് സ്റ്റാഫുകളുടെയൊക്കെ തന്നെ കോൺട്രാക്റ്റ് സസ്പെൻഡ് ചെയ്തു എന്നൊരു വാർത്ത വന്നപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ള അല്ലെങ്കിൽ പുറത്തേക്ക് കേൾക്കുന്ന 3 ടീമുകൾ. ഒരു വാർത്തയ്ക്ക് പിന്നാലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചായിട്ടുള്ള ഡേവിഡ് കെറ്റാലയുടെയും എന്താ പറയുക കരാർ റദ്ദാക്കി എന്ന തരത്തിലുള്ള വാർത്തകൾ നിലവിൽ റൂമർ അടിസ്ഥാനത്തിൽ പുറത്തേക്ക് വരുന്നുണ്ട്. ഈ ഒരു വാർത്ത നിലവിൽ പുറത്തേക്ക് വന്നിട്ടുള്ളത് അത്ര കണ്ട് ഒരു ഒഫീഷ്യൽ സോഴ്സിൽ നിന്നല്ല എങ്കിൽ പോലും ഒരു റൂമർ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വാർത്ത പുറത്തേക്ക് വന്നിട്ടുള്ളത്. സോ കുറച്ച് പ്രശ്നമുണ്ടോ എന്ന് ആരാധകർ സംശയിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ പോലും ഒരു ഒഫീഷ്യൽ സോഴ്സിൽ നിന്നുള്ള ഒരു ഒഫീഷ്യൽ കൺഫർമേഷന് വേണ്ടി കാത്തിരിക്കേണ്ടതാണ്. സോ ആരാധകർക്ക് നമുക്കെല്ലാവർക്കും അറിയാം, ഈ ഒരു സിറ്റുവേഷൻ തുടരുന്ന സാഹചര്യത്തിൽ തന്നെ ഇങ്ങനെ തന്നെ പോവുകയാണെന്നുണ്ടെങ്കിൽ കോർട്ടിൻ്റെ വെർഡിക്റ്റ് വരുന്നതിന് മുമ്പ് തന്നെ പല ടീമുകളും ഇതേ ഒരു നയത്തിലേക്ക് മാറിയേക്കും. അതായത് ട്രാൻസ്ഫറുകളെല്ലാം തന്നെ ഹോൾഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്ന ഒരു അവസ്ഥ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ തന്നെ ഈ ഒരു സീസൺ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആ ഒരു സീസൺ എന്താ പറയുക ഒരു ഫ്ലോപ്പ് ആകുമെന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലാവുന്ന ആ ഒരു അവസ്ഥയിലേക്കാണ് നിലവിൽ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു അവസ്ഥയിൽ ഇന്ത്യൻ ഫുട്ബോളിലെ എല്ലാ കാര്യങ്ങളും ശരിയാക്കിയതിന് ശേഷം മാത്രമായിരിക്കും ഇനി ഇന്ത്യൻ ഫുട്ബോളിൽ ഒരു ISL സീസൺ നടക്കുക എന്ന് നമുക്ക് വേണമെങ്കിൽ ചൂണ്ടിക്കാണിക്കാവുന്നതാണ്. പലപ്പോഴും ഇന്ത്യൻ ഫുട്ബോളിൽ ഈ ഒരു പ്രശ്നം നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നതാണ്. ആദ്യം 97ാം സ്ഥാനത്തുണ്ടായിരുന്ന 2018 97ാം സ്ഥാനത്തുണ്ടായിരുന്ന ഇന്ത്യൻ ടീമിൻ്റെ നിലവിലെ പിന്നോട്ടുള്ള വരവും ISLൻ്റെ പ്രശ്നങ്ങളും എല്ലാം കൊണ്ടും ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഭാവി വീണ്ടും കൺസേൺ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. സോ ഈ ഒരു അവസ്ഥ തന്നെയാണ് ഇന്ത്യൻ ഫുട്ബോൾ അല്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ അവസ്ഥ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ അത് ഈവൺ മോർ കൺസേണിറ്റി തന്നെ തുടരും. സോ നമുക്ക് നിലവിൽ അറിയാൻ പറ്റുന്ന വിവരങ്ങൾ പ്രകാരം ഒരു കോർട്ടിൻ്റെ വെർഡിക്റ്റ് അല്ലെങ്കിൽ ഒരു വിധി വന്നതിന് ശേഷം മാത്രമേ ഇന്ത്യൻ ഫുട്ബോളിൽ ഇനിയൊരു ഇന്ത്യൻ ഫുട്ബോൾ ISL സീസൺ ഉണ്ടാവുകയുള്ളൂ എന്നൊരു കാര്യത്തിൽ നിലവിൽ ഏകദേശം ഒരു കൺഫർമേഷൻ പോലെ ആണ് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കുന്നത്.